ഹലോ കൂട്ടുകാരെ, നമ്മുടെ ക്രേസി ഫാമിലി നോങ്ചുറോങ് വ്യൂ പോയിന്റ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുതിയ കുടുംബക്കാരാണെങ്കിൽ, കുടുംബത്തിലെ പുതിയ അംഗമാണെങ്കിൽ കുടുംബത്തിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കണ്ട. ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്ക് കാണാൻ പോകുന്നത് മനോഹരമായ കാഴ്ചകളാണ്, അതിമനോഹരമായ കാഴ്ചകൾ. നമ്മുടെയൊക്കെ നാട്ടിൽ അന്യം നിന്ന് പോയ പല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാം. ഗൈസ്, നമ്മളിപ്പോൾ നാഞ്ചുറോങ് വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യൂ പോയിൻ്റ് ഇടയ്ക്ക് കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ തോന്നി. അത് പെട്ടെന്ന് വണ്ടി നിർത്തുക. സൺറൈസ് സൺസെറ്റ് സാധാരണ കാണാൻ പോകേണ്ടത്, പക്ഷേ ഞങ്ങൾക്ക് പറ്റിയില്ല. എന്താ പറയുക, നമ്മൾ എനിക്ക് ലേറ്റായി പോയി ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയൊക്കെ കാരണം. നോക്കി, വാവ്, ഇറ്റ്സ് റിയലി ഓസം ഗൈസ്. സൂപ്പർ ഗൈസ്, this is marvelous. നോക്കാത്ത നൂരത്തിട്ടുന്ന കാഴ്ചകളുണ്ടോ? ഭൂമിയിൽ സ്വർഗ്ഗങ്ങളിലൊന്നും ഇതാ ഗൈസ്. എന്താ പറയുക, നമ്മൾ നോക്കി എന്ത് നല്ല കാഴ്ചയുണ്ട്. ഞങ്ങൾ എത്തുമ്പോൾ ഉറപ്പായിട്ടും ലേറ്റ്. ഞങ്ങൾക്ക് ശേഷം എത്ര സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന കണക്കില്ല. ഒരു പോകുന്ന സ്ഥലം മാക്സിമം നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ വിട പറയുക. അടുത്ത നാഞ്ചുറോങ്ങിലേക്ക് എത്തിയിട്ട് കാണാം. ഇനിയും കുറച്ചധികം ദൂരമുണ്ട്, കുറേ വേറെ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസ് വരുന്നുണ്ട്. പുതിയ ആൾക്കാരെനിക്ക് അറിയാലോ. ബൈ. നമ്മൾ ഈ മേഘാലയയിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ റോഡ് കണക്ടിവിറ്റി ഉള്ളൂ കേട്ടോ. സോ അവിടെ മാത്രമേ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലവും അല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇപ്പോഴും റോഡ് കണക്ടിവിറ്റി ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബ്രിഡ്ജസൊക്കെ ഇപ്പോഴാണ് പലയിടത്തും വരുന്നത്. അപ്പോൾ ഇവരൊക്കെ മല കയറി മല ഇറങ്ങി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ലിവിങ് റോഡ് ബ്രിഡ്ജിൽ പോയപ്പം, ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൽ പോയപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടേക്ക് റോഡിൽ നിന്ന് നമ്മൾ നടന്ന് ട്രെക്ക് ചെയ്ത് നമ്മൾ അവരുടെയൊക്കെ ആ ഒരു വില്ലേജിലേക്ക് പോയി അവരെ കാണുന്ന ഒരു ഇതാണല്ലോ നമ്മൾ ആ ട്രെക്കിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് അവിടേക്കൊന്നും റോഡ് കണക്ടിവിറ്റി ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിറങ്ങിയ കാറ് കിട്ടും, അത് കയറി നിന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ പാവങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവനും ജീവിതവും ഒക്കെ ഈ പ്രകൃതിയിലാണ്. അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നടന്നേ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കൊട്ടയിലെ സാധനങ്ങൾ ചുമ്മി മുകളിൽ മലയുടെ മുകളിൽ വരെ എത്തുക, അവിടുന്ന് താഴെ പോവുക. സോ അത്ര എന്താ പറയുക, കഷ്ടപ്പെട്ട് അത്ര ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും അസുഖങ്ങളില്ല. ബിക്കോസ് ഇവർ രാവിലെ മുതൽ രാത്രിയിൽ വരെ ഇവർ കഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഇവർക്ക് അസുഖങ്ങളില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും താഴെ വന്ന് ഇവർ താമസിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് അവിടെ നിന്നും താമസിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ നാട്ടിൽ എന്താ പറയുക, നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മളൊക്കെ പണികൾ കുറച്ച് അങ്ങനെയൊക്കെ ജീവിക്കുമ്പം നമുക്ക് അസുഖങ്ങൾ കൂടുന്നു, ആശുപത്രികൾ കൂടുന്നു. ഇവിടെയൊന്നും ആശുപത്രികളേ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ അധികവും. അതുകൊണ്ടാണ് എന്താ പറയുക, അതുകൊണ്ട് നമുക്ക് അവരെ കാണണമെങ്കിൽ ഇതുപോലെ നമ്മൾ എന്താ പറയുക, ഉള്ളിടങ്ങളിലേക്ക് പോയി അവരെ ആ ഒരു എക്സ്പ്ലോർ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒരു വട്ടം നമുക്ക് അങ്ങനെ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും എന്താ പറയുക, മേഘാലയയിലെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളിവിടെ വന്ന് കാണണം കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഓരോ സ്ഥലങ്ങളും. ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ നാഞ്ചുറോങ് അല്ലേ, നോഞ്ചുറോങ്. അപ്പോൾ ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നോഞ്ചുറോങ് വ്യൂ പോയിന്റിലെത്തി. സൺറൈസ് ഒന്നും കാണാനില്ല. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എത്ര മണിയാണോ? 9 മണിയായി. ഇതാണ് ഇവിടെ വന്നിട്ട് സമ്മർ ടൈമിൽ 4 മണിക്ക് അത് തുടങ്ങിയിട്ട് 5:30 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. വിൻ്റർ ടൈമിൽ 5 മണിക്ക് ഓപ്പൺ ചെയ്ത് 4:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പം അത് നോക്കിയിട്ട് വരിക. ഒരാൾക്ക് എൻട്രി ഫീസ് 30 രൂപയുണ്ട്. നമ്മുടെ ബൈക്കിനൊക്കെ ആണെങ്കിൽ 30 രൂപ. അപ്പം എൻട്രി ഫീസും പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട്. പക്ഷേ പാർക്കിംഗ് ഫീസും എൻട്രി ഫീസും അല്ല ബുദ്ധിമുട്ട്. ഇവിടെ വരുന്ന ലാസ്റ്റ് ആ ഒരു പീക്കിലേക്ക് ഒരു 4-5 കിലോമീറ്റർ റോഡ് വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, എനിക്കത് ഓർത്തിട്ട് തന്നെ ഇപ്പോൾ തന്നെ തല കറങ്ങുക. കാരണം തിരിച്ച് അതിലേ ഇറങ്ങണമല്ലോ എന്ന് ഓർത്തിട്ട്. ഞങ്ങൾക്ക് വേറെയും കുറേ പ്ലാനുകളുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഞാൻ അതേക്കുറിച്ച് ഒന്നും ഇപ്പം ചിന്തിക്കുന്നില്ല. കാരണം ഇവിടുന്ന് സേഫായിട്ട് താഴേക്ക് എത്തുക എന്നതാണ് ആദ്യത്തെ ഉദ്ദേശം. നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കാണുക.
ശരിക്കും പറയാലോ ഇത് വർത്ത് വിസിറ്റ് തന്നെയാണ്. ഇത് വർത്ത് വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വർത്ത് വിസിറ്റാണ്. നിങ്ങൾ നോക്കി ആ വ്യൂ, എൻ്റെ അമ്മോ എന്തൊരു വ്യൂ ആ. നമുക്ക് താഴേക്ക് നമുക്ക് ഇവിടെ നോക്കിയാൽ എന്ത് വ്യൂ നിങ്ങൾ നോക്കിയത്. താഴേക്ക് ഇറങ്ങാൻ നമുക്ക് എന്താ ശരിക്കും അവിടേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കിയേ ഗൈസ്, എൻ്റെ പൊന്നു നോക്കെത്താ ദൂരത്ത് കിടക്കുന്ന കാഴ്ചകൾ. ആൾക്കാർ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇത്രയും ഓഫ് റോഡ് ചെയ്ത് വരുന്നതുകൊണ്ട് ഒരു കുറ്റവും പറയാനില്ല. ഇനി ഷില്ലോങ്ങിൽ നിന്ന് 50 കിലോമീറ്ററോളം മുകളിൽ ഇവിടെ വരുന്നുണ്ട്. 50 തൊട്ട് 60. ഞങ്ങൾക്കും ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് 55 കിലോമീറ്റർ മറ്റും ഉണ്ടായിരുന്നു പോലീസ് ബസ് തന്നെ ആൾക്കും മാറിയിട്ടുള്ളത്. സോ വാട്ട് വിസിറ്റാണ് ശരിക്കും. ഞാൻ വാടാ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് എന്താ പറയുക, അതിൻ്റെ പേര് മറന്നുമല്ലോ. ഞാൻ കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്ക് വണ്ടിയുടെ എന്താ പറയുക പെട്രോളിൻ്റെ ഒരു ഇഷ്യൂ വന്നു. അതൊക്കെ ലേറ്റായത്. പക്ഷെ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗൈസ്. മസ്റ്റ് വിസിറ്റ്. എന്തൊരു വ്യൂ അവിടെ നിന്ന് കിട്ടുന്നത്. ഈ ഒരു വ്യൂവിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. എന്ത് കുറ്റം നമുക്ക് പറയാൻ പറ്റുന്നത്. കുറച്ച് താഴേക്ക് പോയി നോക്കാം അവിടെ എന്താ ആ സൈഡിലേക്ക് എന്താ കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ തിരിച്ച് ഇവിടുന്ന് അത് ഇറങ്ങണം. ആ ഓരോരുത്തരും ഓഫ് റോഡ് നമ്മുടെയൊക്കെ നാട്ടിൽ മറ്റേ വയനാട്ടിലൊക്കെ പോകുമ്പോൾ എന്തോ 900 കണ്ടില്ലല്ലേ. 900 കണ്ടിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തുള്ള അത് ഓഫ് റോഡ് പോലെയാണ് ഇവിടുത്തെ ഓഫ് റോഡ്. മീൻസ് അമ്മാതിരി ഒരു ഓഫ് റോഡ് ഇല്ല. അത് 2 വീലർ സ്കൂട്ടിയിൽ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഓ ഗൈസ്, അതുപോലെ തന്നെ കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അയ്യോ അവിടേക്ക് ഇവിടേക്ക് വില്ലേജസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോ? ട്രെയിൽസേ ഉള്ളൂ. കാരണം അവിടെയൊക്കെ ആ നാട്ടിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടേക്ക് താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നിങ്ങൾ നോക്കിയേ. എന്ത് ഗൈസ്, ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നോഞ്ചുറാങ് വ്യൂ പോയിന്റ്. നിങ്ങൾ കഴിയുന്ന സൺറൈസോ സൺസെറ്റോ അതാ. അയ്യോ ആ ട്രെയിൽ തീർന്നിട്ടില്ല കേട്ടോ ഗൈസ്. എനിക്ക് നോക്കി സത്യം എനിക്ക് തല ഇറങ്ങുന്നുണ്ടുള്ള കാര്യം ഞാൻ പറയാമല്ലോ. അയ്യോ എനിക്ക് നോക്കി തല ഇറങ്ങുന്നതാ. നോക്കി ഞാൻ ചുമ്മാ വെച്ചതാ. അവിടെ അല്ലേ? ശരിയാ ശരിയാണ്. അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങ് പോവാ, ആ റിവർ സൈഡ് വരെ പോവാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവിടെ നിന്ന് ഇറങ്ങി അവർ അതുവരെ നടന്നു പോകുന്നെങ്കിൽ. ഇന്നലെ മറ്റേ നമ്മളൊരു ഖാസി വുമൺ കൊണ്ടുപോയില്ലയോ, അതുപോലത്തെ ഒരു ട്രെയിലാണ് ഇത് കിടക്കുന്നത് ഗൈസ്. ഇതൊരു മാസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ല, കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മാസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഓഹ് എൻ്റെ അമ്മോ. നമ്മൾ വെളിയിലോട്ട് കാണിക്കരുത് മൊബൈൽ. പക്ഷേ ഒരു കാര്യം മാത്രം നോക്കി, വണ്ടിയിൽ സഫീഷ്യൻ്റ് പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞോട്ട് പെട്രോൾ ബങ്കുകളോ വേറൊന്നുമില്ല. അത് കിട്ടോ ആൾക്കാർ നടന്നു വരുന്നത്. ഇതൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. ഇത് എത്ര ദൂരത്താണ് ഞാൻ കാണിച്ചു തരാവേ. കണ്ടൂടാ, ഇത്രയും ദൂരത്താണ്. പോടാ പിടിക്കത്. അപ്പോൾ നമ്മുടെ നോഞ്ചുറാങ് വ്യൂ പോയിൻറ്റിൻ്റെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. എന്താ പറയുക, ഭയങ്കര ടഫായിട്ടുള്ളൊരു റൈഡായിരുന്നു അത്. ഇനി വേറെ എന്താ എങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഒരു പോലെ ആദ്യം ഇറങ്ങാൻ ഫുഡ് കഴിക്കുക സേഫായിട്ട് ഇറങ്ങിയിട്ട്. ഇന്നലെ 300 ഒട്ടിച്ചു. എനിക്ക് ഇന്നും കൂടെ ആയപ്പോൾ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഷോൾഡറൊക്കെ ഊരി വരുന്ന പോലെ ഫീലിങ്സാണ്. ഈ കാഴ്ചകൾ കാണാനുള്ളൊരു അത്യാർത്ഥി കൊണ്ട് മാത്രം ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ഇവിടെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് വേറെ സാധനം കൂടി ഉണ്ട്. അത് പറ്റുമെന്നറിയില്ല, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത് കോങ്ടോങ് ഒരു അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഈ പേരുകൾ അത് വിസിൽ ആണ് അവരുടെ ഐഡൻറ്റിറ്റി. അവർക്ക് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ അമ്മ, ഇവിടെ പെണ്ണുങ്ങളാണല്ലോ, പെണ്ണുങ്ങളുടെ വീട്ടിലേക്കാണ് ആണുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവരുടെ അമ്മമാർ കുട്ടികൾക്ക് ഓരോ പേരിടും. അത് വിസിൽ നെയിംസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വില്ലേജ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ 2 കൺസേൺ ഉണ്ട്. ഒന്ന് അത്യാവശ്യം നല്ല വലിയൊരു ഡ്രൈവ് ചെയ്യാനുണ്ട് ഫസ്റ്റ്. സെക്കൻഡ്, സൺഡേ ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഹോളിഡേയ്സ് ആണ്.
അവർ മോർണിംഗ് ചർച്ചിൽ പോകും, ഈവനിങ് അല്ല ആഫ്റ്റർനൂൺ എന്താ പറയുക ലഞ്ച് കഴിച്ച് വീട്ടിൽ തന്നെ കൂടി വൈകുന്നേരം ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റി ഗാദറിങ്ങാണ്. അപ്പോൾ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമല്ലോ നമുക്കൊരു ഗ്യാരണ്ടി ഇതുവരെ വന്നിട്ടില്ല. ജസ്റ്റ് ഇവിടുത്തെ വേറൊരു വ്യൂ ഉണ്ട്, നമുക്ക് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ നോക്കാം. ഗൈസ് നമ്മൾ കണ്ടതിന് കുറച്ചുകൂടി മുന്നോട്ട് വന്നു. ഗൈസ് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നില്ല. എന്ത് കുറ്റം പറയാൻ പറ്റും ആൾക്കാരെ, നമുക്ക് ഒരിക്കലും ഒരാളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് വന്നത് ഓക്കെ വർത്ത് വിസിറ്റാണ്, അല്ലെങ്കിൽ വർത്ത് വ്യൂ തന്നെയാണ്. ആ ഒരു വ്യൂസ് ഒക്കെ അടിപൊളിയാണ് ഗൈസ്. ഇതാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് സൂം വ്യൂ ആണ്, സൂം ചെയ്തിട്ടുള്ള വ്യൂസാണ്. ഗൈസ് നമ്മളിത് കാണുന്നത് എന്താ പറയുക, നമ്മുടെ ഈ നോഞ്ചുറാങ് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് പോലെ സംഭവം ഉണ്ട്. വേണ്ടേ, ഇതാണ് സംഭവം. നമ്മളതാ കാണുന്നത്. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് നിങ്ങൾ നോക്കുക ഗൈസ്, ഒരു രക്ഷയില്ല. നമുക്ക് മുകളിൽ പോകുമ്പോൾ നമുക്ക് ഇതേ സെയിം വ്യൂസ് കാണുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടി അടുത്ത് കാരണം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണണമെങ്കിൽ അതിൻ്റെ മേളിൽ വ്യൂവിൽ പോകണം. ഗൈസ് ആ കാഴ്ചകളൊക്കെ ഒരു രക്ഷയാത്ത കാഴ്ചകളാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് മിസ് ചെയ്യാൻ മറക്കുന്നെങ്കിൽ മിസ് ചെയ്യണ്ട. ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഇവിടെ കയറുക, വണ്ടി നിർത്തുക, ജസ്റ്റ് നോക്കുക. നൈസായിട്ടുള്ള കുറേ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നേക്ക് ഇത്ര മാത്രം. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.